ഹായ്, ഞാൻ നവാസ്. നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ നൊമാറ്റോയിൻ്റെ സോഫ്റ്റ്വെയറിലെ ഗ്രോത്ത് പാക്കേജ്, ബേസിക് പാക്കേജാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അത് ആർക്കൊക്കെ ഉപകാരപ്പെടും, എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇപ്പം മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷോപ്പ്, സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ടൈപ്പിംഗ് സെൻറ്റർ, ബിസിനസ് കൺസൾട്ടൻസി, ട്രാവൽ ഏജൻസി, ഇങ്ങനെ സാധാരണ എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ കൂടുതലായിട്ടും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ് കൂടുതലും നമ്മുടെ സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുന്നത്. പക്ഷേ ഷോപ്പ്, ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഫീച്ചേഴ്സാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ കുറച്ചാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു അടിപൊളി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിനെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെ FAQ ഉണ്ട്, ബട്ടൺ ഉണ്ട്. ഇപ്പോൾ കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കൊരു ഫോമിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പേയ്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പേയ്മെൻറ്റിൻ്റെ വേറൊരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വേറെ 1-2 വെബ്സൈറ്റിൻ്റെ സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതേപോലെ ഇതിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റാണ്. ഇതിൽ പിന്നെ ഡാർക്ക് മോഡും ആ രീതിയിലുള്ള ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാണുന്നുണ്ട്, ഇത് ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറയും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്കിതിൽ ചാറ്റ് ചെയ്യാം. പക്ഷേ ഇതിലുള്ളത്, പിന്നെ ഈ പാക്കേജിലുള്ളത് എന്താ വെച്ചാൽ ഈ ഏജൻറ്റിനെ അസൈൻ ചെയ്തിട്ടാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ വാട്സപ്പിക്ക് കയറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫോമോ കാര്യങ്ങളോ ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 1-2 എക്സാമ്പിൾ കൂടി കാണിക്കാം. അപ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ വെബ്സൈറ്റാണ്. ഓക്കെ, ഇതേ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ വേറെ ഇതൊരു ആർക്കിടെക്റ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, പിന്നെ ഇത് പെറ്റ് ക്ലിനിക്കിൻ്റെ ഒരു വെബ്സൈറ്റാണ്. പിന്നെ ഇതൊരു സ്കൂളിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ കലണ്ടർ ആഡ് ചെയ്യാം. മീൻസ് ഒരു കൺസൾട്ടൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കലണ്ടർ വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒന്ന് CRM ആണ്. മീൻസ് നമുക്ക് വരുന്ന കസ്റ്റമറെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കൻബാൻ ബോർഡ് പോലെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് CRM ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് CRM. നമുക്ക് വരുന്ന എൻക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റോ സർവീസസോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ എൻക്വയറി ആരൊക്കെയാണ് ചെയ്തത്, അതല്ലെങ്കിൽ ആർക്കൊക്കെ അഡ്വാൻസ് തന്നിട്ടുണ്ട്, ആരൊക്കെ വിറ്റിട്ടുണ്ട്, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ കസ്റ്റമറെ മനസ്സിലാക്കാം. നമുക്ക് സ്റ്റാഫിനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാഫിന് ഇതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോളോ അപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു പിന്നെ CRM ഇതിലുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് പ്രൊഡക്റ്റോ സർവീസസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫോളോ അപ്പ് ചെയ്യാം. ഇതിൽ ഫോളോ അപ്പ് തന്നെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഇപ്പോൾ നാളെ മെസ്സേജ് അയച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ നാളെ വിളിക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്ന് ആരൊക്കെ ഫോളോ അപ്പ് ചെയ്യാനുണ്ട്, നാളത്തെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് പ്രത്യേക രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ഫീച്ചറാണ് ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ. ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പിന്നെ വന്ന മെസ്സേജുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫോം രജിസ്റ്റർ ചെയ്തത്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ഉണ്ട്, അതിലൊക്കെ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചതെന്നൊക്കെ നമുക്ക് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാനും അവർക്ക് ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ വാട്സപ്പ് നമുക്ക് അടുത്തൊരു പിന്നെ പ്ലാനിലുള്ളത്. വാട്സപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതും കൂടിയൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനും അതിൽ മെയിൽ അയക്കാനും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, പിന്നെ എന്താണ് നമ്മളൊരു ഗൂഗിൾ പ്രൊഫൈൽ നമ്മളെ ഈ സോഫ്റ്റ്വെയറിലുള്ള ഒരു ഫീച്ചർ അല്ല. പക്ഷേ ഗൂഗിൾ പ്രൊഫൈൽ എല്ലാ ബിസിനസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഗൂഗിൾ പ്രൊഫൈൽ അത്യാവശ്യമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, നമ്മൾ ഒരു എക്സ്ട്രാ ഫീച്ചറായിട്ട്, ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിൾ പ്രൊഫൈലാണ്. ഇവിടെ കണ്ടില്ല റിവ്യൂസും കാര്യങ്ങളും, നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഗൂഗിൾ പ്രൊഫൈൽ വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷനാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ കമൻറ്റിന് ആരെങ്കിലും ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ റിപ്ലൈ ചെയ്യുകയൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഒരുപാട് വേറെ പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ട് കൊടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യും, അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് DM ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൺസൾട്ടേഷൻ കലണ്ടർ മീൻസ് പിന്നെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് നമുക്കൊരു കലണ്ടർ ഉണ്ട്. ഈ കലണ്ടറിൻ്റെ ബുക്കിംഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓരോ ദിവസം എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്യാണ്ട് എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫീച്ചറും കൂടി നമ്മതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ ട്രാവൽ ഏജൻസി, പിന്നെ എന്തെങ്കിലും ക്ലിനിക്ക്, പിന്നെ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി, അവർക്കൊക്കെ എന്ത് ചെയ്യാം, കൺസൾട്ടൻസി ഇപ്പോൾ അവരുടെ ഡേറ്റും ടൈമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഇതേപോലെ പിന്നെ കൺസൾട്ടൻസി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെ ഒന്നാണ് ഓൺലൈൻ സ്റ്റോർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഫോണോ മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സറീസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കാട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മീൻസ് ഒരു ഇ-കോമേഴ്സ് രീതിയിലല്ല. നമുക്കൊരു കുറച്ച് ഒരു 5-6 പ്രൊഡക്റ്റിൽ 10-20 അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുക, അപ്പോൾ ആൾക്കാർക്ക് അതും തന്നെ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് നമ്മൾ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ അത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പേരിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഷോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷൻ, പിന്നെ ഇത് വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലാരെങ്കിലും ബൈന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പിന്നെ അടുത്തൊരു പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കിവിടെ ഗൾഫിലാണെങ്കിൽ പിന്നെ മൈഫത്തൂറ അല്ലെങ്കിൽ സ്ട്രൈപ്പ് അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്തിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നാട്ടിലാണെങ്കിൽ പിന്നെ ഫോൺ പേ ഉണ്ട്, റേസർ പേ ഉണ്ട്, ആ രീതിയിൽ ചെയ്യാം. അതെല്ലാം ഒരു എൻക്വയറി എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ ഇതിലടിക്കുമ്പോൾ എൻക്വയറി അടിക്കുന്ന സമയത്ത് അവരെ കസ്റ്റമറെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഓൺലൈൻ സ്റ്റോർ. പിന്നെ ഒന്ന് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻസിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് മേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഞാനിപ്പോൾ ഏകദേശം നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കൂപ്പൺ കോഡൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മളൊരു മന്ത്ലി പാക്കേജാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ പ്രൊഡക്റ്റോ സർവീസൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക, പിന്നെ അഡ്വാൻസ് എമൗണ്ട് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക, ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റും കൂടിയൊക്കെ മേടിക്കണമെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് അപ്സെല് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. GST ഉള്ളവർക്കാണെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇനി ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ടൈപ്പ് സെൻറ്റർ അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യും, പിന്നെ സ്പോൺസർക്ക് പിന്നെ സ്പോൺസർ ചാർജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസിൻ്റെ റെൻ്റൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ റെൻറ്റ് പറയുന്ന സമയത്താണ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ, അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ വാഹനങ്ങൾ റെൻറ്റിന് കൊടുക്കണം, കാർ റെൻറ്റിൽ കൊടുക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ രീതിയിൽ അവർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ ഒരു മന്ത് ആ ഒരു സമയം ആകുന്നതിന് മുന്നേ റിമൈൻഡറും കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മാസത്തേക്കാണെങ്കിൽ ആ ഒരു മാസം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് ഒരു പേയ്മെൻറ്റ് കിട്ടാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഉണ്ട്, മീൻസ് ഓരോ ഫീച്ചറും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. പിന്നെ കൂടാതെ ഓൺലൈനായിട്ട് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇനി ഇപ്പോൾ ഇതിലുള്ള ഫീച്ചർ അല്ലാതെ കുറച്ചുകൂടി കൂടി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വാട്സപ്പ് ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ വാട്സപ്പ് ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ വാബ നമ്മൾ മെറ്റ API ആഡ് ചെയ്യാം. പിന്നെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോമിൽ ആരെങ്കിലും എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫോളോ അപ്പ് ഓട്ടോമാറ്റിക് പോകാൻ വേണ്ടിയിട്ട്, ആ രീതിയിലൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഇപ്പോൾ CRM ഓട്ടോമാറ്റിക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഓരോ സ്റ്റേജ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാഫിന് അലർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാഫിന് മെസ്സേജ് അയക്കാം. ഇതൊക്കെയാണ് വർക്ക് ഫ്ലോ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് LMS എന്ന് പറഞ്ഞാൽ ലേണിംഗ് പിന്നെ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഓൺലൈൻ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാർ, ട്രെയിനേഴ്സ്, കോച്ചസ്, അവർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് LMS ഉപയോഗിക്കാം. മീൻസ് കോഴ്സുകൾ ആഡ് ചെയ്തിട്ട് അതിനെ സെല് ചെയ്യുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഇവൻറ്റ് മാനേജ് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് AI ഏജൻറ്റ്, മീൻസ് നമ്മൾ വാട്സപ്പിലൊക്കെ 24 മണിക്കൂറും ഏത് ലാംഗ്വേജിൽ ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ AI ഏജൻറ്റിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ഓപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ലേബൽ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ആരാണോ വാങ്ങുന്നത് അവരെ പേരിൽ, അവരെ ഡൊമൈനിൽ, അവരെ പിന്നെ ബ്രാൻഡിൽ, അവരെ ലോഗോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സൊക്കെ സെല് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പേരിൽ തന്നെ അവർക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണുള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നുണ്ട്.
അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. താഴെ കൊടുക്കുന്ന ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.